ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് പുറത്തു പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മെയിനായിട്ട് ആമിക്കുട്ടീൻ്റെ തലമുടി ഒന്ന് വെട്ടണം. സമ്മതിക്കുമെന്ന് അറിയത്തില്ല. അവളെ ഒന്ന് ഒരുക്കിയെടുക്കണമെങ്കിൽ ഭയങ്കര പാടാണ്. ഇന്നലെ വാങ്ങിയുള്ളൂ ക്രീം, അത് ഇന്ന് തന്നെ എറിഞ്ഞു പൊട്ടിച്ചു. അവൾക്ക് ഈ ഡ്രസ്സ് ഇടുന്ന ഒട്ടും ഇഷ്ടമല്ല. അവൾക്ക് അതിൻ്റെ ഒരു എലാസ്റ്റിക് ഉണ്ട്, അത് അവളുടെ കയ്യിൽ കുത്തുന്നതുകൊണ്ട് അവൾക്ക് ഒട്ടും താല്പര്യമില്ല ഈ ഡ്രസ്സ് ഇടുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചൊറിഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് ആള്. ക്രീം തേക്കുന്നതിൻ്റെ സന്തോഷത്തിലാണേ. ക്രീമൊക്കെ ഇടുന്നതിൻ്റെ ഇടയിൽ അവൾ എൻ്റെ ലിപ്സ്റ്റിക്ക് കണ്ടു ഗൈസ്. അവൾക്ക് ആ ലിപ്സ്റ്റിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം കരയാൻ തുടങ്ങും അവൾ ലിപ്സ്റ്റിക്കിന് വേണ്ടി. ഒരു സാധനം നമ്മൾ കയ്യിലെടുക്കാൻ പറ്റില്ല, അതെല്ലാം അവൾക്ക് വേണം അപ്പം തന്നെ. അവളുടെ തലയിലൊക്കെ എന്ത് കുത്തി കൊടുത്തിട്ടും കാര്യമില്ല, ഇപ്പം തന്നെ അത് അഴിച്ചു കളയും. അങ്ങനെ ആമിക്കുട്ടി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഞങ്ങൾ പോവാണ്. ഞങ്ങൾ സുൽത്താൻ ബത്തേരിയിലെ നാച്ചുറൽസ് എന്ന് പറഞ്ഞ ഒരു ബ്യൂട്ടി പാർലറിലാണ് പോകുന്നത്. ഞങ്ങളവിടെ ഇറങ്ങി ഞങ്ങളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആമിക്കുട്ടിക്ക് നടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര വാശി, എടുക്കാനേ സമ്മതിച്ചില്ല. അവളുടെ ഒപ്പം ഞങ്ങൾ പയ്യെ 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 കുറേ സമയം എടുത്തുനിന്ന്. 11 മണിക്ക് അപ്പോയിൻമെൻറ്റ്, ഞങ്ങൾ അവിടെ എത്തിയത് 12 മണിയായി. ലിഫ്റ്റ് കയറാൻ വേണ്ടി അവൾ കുറേ പാടുപെടുന്നുണ്ട്, അവൾ ഒന്ന് ഓപ്പൺ ആക്കാൻ വേണ്ടി. ലിഫ്റ്റിൽ കയറിയതിൻ്റെ സന്തോഷമാണ് ആമിക്കുട്ടിക്ക്. തന്നെ നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കയ്യിലൊന്നും പിടിച്ചില്ല. പിന്നെ അത് മേളിലോട്ട് പൊന്തിയപ്പോഴത്തേക്ക് അവൾക്ക് പേടിയായി. അങ്ങനെ ഞങ്ങൾ നാച്ചുറൽസിലെത്തി. പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേക്കും ഞങ്ങളുടെ 11 മണീൻ്റെ അല്ലായിരുന്നു അപ്പോയിൻമെൻറ്റ്. കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു അവിടെ ചെന്നിട്ട്. എന്തായാലും വെയിറ്റ് ചെയ്താലും വെട്ടിയിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു തന്നെ ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു. ആമിക്കുട്ടി ഒരു സ്ഥലത്തും അടങ്ങിയിരിക്കുന്നില്ലായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഞങ്ങൾ ഒരു വിധത്തിൽ അങ്ങനെ ആമിക്കുട്ടീൻ്റെ തലമുടി വെട്ടേണ്ട സമയമായി. ആദ്യം ഞങ്ങൾ വിചാരിച്ചു കുഴപ്പമൊന്നുമില്ലായിരിക്കും, അവിടെ ഇരുന്ന് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ ഇരുന്നു. തുണിയൊക്കെ കെട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്കും പയ്യെ മുഖമൊക്കെ അങ്ങ് മാറാൻ തുടങ്ങി. കരയണോ വേണ്ടോ എന്താന്നുള്ള അവസ്ഥയിലാണ് ഇങ്ങനെ ഇരിക്കുന്ന ആമിക്കുട്ടി. പിന്നെ അവളുടെ സങ്കടം വരാൻ തുടങ്ങി, ദേഷ്യം വരാൻ തുടങ്ങി. ഇപ്പം കരഞ്ഞു. അങ്ങനെ ഈ കരച്ചിൽ അവസാനം വരെയും കരഞ്ഞു. അതുകൊണ്ട് തലമുടി ഞങ്ങൾ വെട്ടാൻ വന്ന രീതിയിൽ വെട്ടിയുമില്ല, ഏതോ രീതിയിലായി തലമുടി. കഷ്ടപ്പെട്ട് ഇത്രയും വളർത്തിയെടുത്തിയ. വീട്ടിൽ ആ ഭായിക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് അയാൾക്കാണെങ്കിൽ ഒട്ടും ക്ഷമയില്ലാന്ന് തോന്നുന്നു. ആമിക്കുട്ടിക്ക് സങ്കടം വന്നിട്ട് രക്ഷയില്ല.
വെട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെയും കരഞ്ഞു. ഈ കരച്ചിൽ പിന്നെ വെട്ടാനേ സമ്മതിച്ചില്ല. അവരേതോ രീതിയിൽ വെട്ടി വെറുതെ ഞങ്ങളുടെ പൈസ പോയതല്ലാതെ ഒരു ഉപകാരം ഉണ്ടായില്ല. പിന്നെ എൻ്റെ മടിയിൽ കുറച്ച് നേരം വെച്ച് വെട്ടാൻ നോക്കി. എൻ്റെ മടിയിൽ ഇരുത്തിയിട്ട് വെട്ടാൻ നോക്കിയിട്ടും സമ്മതിക്കുന്നില്ലായിരുന്നു. പിന്നെ അവസാനം ഞങ്ങൾ പറഞ്ഞു എന്നാൽ വെട്ടണ്ടെന്ന് വിചാരിച്ച് പിന്നെ ഞങ്ങൾ അത് നിർത്തി. ആ ഫ്രണ്ട് മാത്രം ഒന്ന് വെട്ടിവിടാന്ന് വിചാരിച്ചു. അവസാനം ആമിക്കുട്ടി തലമുടി വെട്ടി ഗൈസ്. പക്ഷെ കണ്ടാൽ പറയില്ലെന്നേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ തിരിച്ച് താഴെ വന്നു കഴിഞ്ഞപ്പം മാക്സിൽ കയറിയാലോ എന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് മാക്സിൽ കയറാൻ വേണ്ടി അങ്ങ് നടക്കുകയാണ്. ആമിക്കുട്ടിയും ചെറിയച്ഛനും കൂടി ആമിക്കുട്ടീനെ സോപ്പിട്ട് ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് ഫ്രണ്ടിലേക്ക് നടന്നു. പിന്നെ മാക്സ് എത്തി. അതിൻ്റെ ഉള്ളിൽ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു, കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി. പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു വന്നു. ചെരുപ്പ് മേടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ള സന്തോഷമാണേ. പിന്നെ ഞങ്ങളൊരു കടയിൽ കയറി ആമിക്കുട്ടിക്ക് ഷൂ മേടിക്കാൻ വേണ്ടി. ഇതെനിക്ക് മേടിച്ച ഒരു ചെരുപ്പാണ് വീട്ടിലിടാൻ വേണ്ടി. ഇത് ആമിക്കുട്ടീൻ്റെ ചെരുപ്പ്, ഷൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളൊരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി. ആമിക്കുട്ടി പിന്നെ കുറേ നേരം നോക്കിയിരുന്നു, ഇപ്പോൾ ജ്യൂസ് വരുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കുറേ നേരം അടങ്ങിയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവിടെ സൈ ഇട്ടു. കുറേ നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് അവിടെ തിരക്കായിരുന്നു. ഇന്ന് ന്യൂ ഇയറിൻ്റെ ഇതായതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ജ്യൂസ് വന്നു, ഞങ്ങൾ കുടിച്ചു, ആമിക്കുട്ടിയും കുടിച്ചു. പിന്നെ വേറെ പരിപാടികളൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആമിക്കുട്ടി ഉറങ്ങി. ഞങ്ങൾ വീട്ടിലെത്തി. ടാറ്റാ, ബൈ ബൈ.